കണ്ടില്ലേ, അവർ വളരെ ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ്സിൻ്റെ കാരണം എന്താണ്? കൊടുങ്ങല്ലൂർ ഭരണിയായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്ത്രീകൾ ഒരു പ്രത്യേകതരം ട്രാൻസിലായിട്ട് നൃത്തം ചവിട്ടുന്നതും തലയിൽ വെട്ടിമുറിക്കുന്നതും ഒരു സ്പാനിഷ് യൂട്യൂബറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫോറിൻ ലേഡി ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിട്ട് അവർക്കും ശരീരത്തിൽ ദേവി കയറുന്നതുമായിട്ടൊക്കെ ഉള്ള വീഡിയോ ഇന്നലെ ഭയങ്കര പോപ്പുലറായിരുന്നു. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലൊക്കെ ഉള്ള ശാസ്ത്രം എന്നുള്ളതാണ്. ഇതിന് മുമ്പ് ഞാൻ 2-3 തവണ കാന്താര ഇറങ്ങിയ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രാൻസ് എന്ന് പറയുന്ന അവസ്ഥയാണിത്. എന്താണ് ട്രാൻസ്? ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്നൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷനകത്ത് വരുന്നെങ്കിലും ശരിക്കും സംഭവം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പുതിയ മസ്തിഷ്കം എന്ന് വേണം പറയാം. പക്ഷേ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വളരെ പഴയ മസ്തിഷ്കം എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഏരിയയാണ്. വളരെ ഇപ്പോൾ ഉദാഹരണത്തിന് വിശപ്പ്, ദാഹം, സെക്സ്, ഇതുപോലെയുള്ള വളരെ നമ്മൾ ഒരു പ്രൈമോഡിയലായിട്ടുള്ള പല കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ ഈ ഭാഗമാണ്. ഇതൊന്നും അല്ലാതെ ഇമാജിനേഷനും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യുന്ന വേറെ ചില ഭാഗങ്ങളും കൂടി ട്രാൻസ് പോലെയുള്ള എക്സ്പീരിയൻസിൽ ഇൻവോൾവ് ആണ്. നന്നായിട്ട് സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾക്കാണ് എപ്പോഴും ഇതുപോലെയുള്ള ട്രാൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോവുക എന്ന് പറയുന്ന ബേസിക്കലി ഒരു സെൽഫ് ഹിപ്നോസിസ് പോലെയുള്ള ഒരു അവസ്ഥയാണിത്. ഇത് വേറെ ജീവികളിൽ നമ്മൾ നോക്കിയാലും കാണാൻ പറ്റും. അതായത് ഒരു കാറ്ററ്റോണിക് സ്റ്റേറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ കോഴിയാണെങ്കിൽ ചില ഇരപിടിയന്മാർ വരുമ്പോൾ അത് അനങ്ങാതെ ഫ്രീസ് ചെയ്ത് നിൽക്കുന്നത് കാണാം. നമ്മൾ ബേസിക്കലി 3 റെസ്പോൺസിനെ പറ്റി പറയാറുണ്ട്: ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് എന്ന് പറയും. ഇതിൽ മൂന്നാമത്തെ ഫ്രീസ് എന്ന് പറഞ്ഞ റെസ്പോൺസാണ്. ഒരു ജീവിയെ കാണുമ്പോഴത്തേക്കും ഒന്നുകിൽ ഇരപിടിയനാണെന്ന് തോന്നുകയാണെങ്കിൽ ഓടി രക്ഷപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ തിരിഞ്ഞ് നിന്ന് ഫൈറ്റ് ചെയ്യുക. അല്ലാതെ വേറൊരു രീതിയാണ് ഈ ഫ്രീസ് എന്ന് പറയുന്നത്. ചില ജീവികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പെട്ടെന്ന് ഹെഡ്ലൈറ്റിൽ പെട്ടുപോകുന്ന മാനിനെ പോലെയുള്ള ഡിയറിനെ ഹെഡ്ലൈറ്റ് എന്നുള്ളൊരു യൂസേജ് തന്നെയുണ്ട്. അത് അങ്ങ് ഫ്രീസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് അത് പോകുന്നത്. അത് ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അനങ്ങാതെ നിൽക്കുക, പകച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നത്. ഇതല്ലാതെ ഇതിനേക്കാൾ കുറച്ചുകൂടെ വളരെ രസമുള്ള കാറ്ററ്റോണിക് സ്റ്റേറ്റ് ഉണ്ട്. ചില ഉറുമ്പുകളിലുണ്ട്, പോസം പോലെയുള്ള ജീവികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കാറ്ററ്റോണിക് സ്റ്റേറ്റ്. മനുഷ്യനെ പോലെ ഒരു എന്താ പറയുക, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മാമൽ എന്നൊക്കെ ഉള്ള കാര്യം വരുമ്പോഴത്തേക്കും അതിന് വേറെയും പല തരങ്ങളുണ്ട്. അപ്പോൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആളുകളുടെ മുമ്പിലുള്ള ഇൻഹിബിഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ അതിനൊരു സാഹചര്യം വേണമെന്നുള്ളതാണ്. പലപ്പോഴും ചന്ദനത്തിരികളുടെ മണമോ അല്ലെങ്കിൽ ഈവൻ തിയേറ്ററിൽ പോലും ആളുകൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലിരുന്ന് കാണാറുണ്ട്. അതാണ് കാന്താരയൊക്കെ കണ്ടുകൊണ്ടിരുന്ന പലരും എണീറ്റ് നിന്ന് നിലവിളിച്ചത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിതമിക്കായിട്ടുള്ള ഡ്രമ്മിങ് അല്ലെങ്കിൽ ചെണ്ടമേളം, നാദസ്വരം, അതുപോലെയുള്ള സാധനങ്ങളും പാട്ടും ആർപ്പുളിയും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അവരൊരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോകുന്നു. വേറൊരു കാര്യം, ഇതേപോലത്തെ അവസ്ഥ തന്നെ ഡെത്ത് മെറ്റലൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഹെഡ് ബാങ്കിങ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അവരും മ്യൂസിക്കലായിട്ടുള്ള ഋതത്തിനനുസരിച്ച് തല ഇതുപോലെ തന്നെ ഇട്ട് ആട്ടാറുണ്ട്. അവരും ആക്ച്വലി ഒരു ട്രാൻസിലാണ്. ആ സമയത്ത് അവർക്ക് ഒന്നിലധികമോ ആയിട്ടുള്ള എന്തെങ്കിലും മറ്റാത്മാക്കൾ വന്ന് ശരീരത്തിൽ കയറുന്നത് പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്നവരാണ് കൂടുതലും ദേവി ശരീരത്തിൽ വരുന്നത്. ഇനി ദേവി കയറിക്കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൾച്ചർ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ തന്നെ അവിടെ ട്രെയിൻ ചെയ്യിക്കുന്നത് കാണാം. ഇങ്ങനെ നാക്ക് നീട്ടണം, ദേവി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറണം. ഇത് അവരുടെ മനസ്സിനകത്തുണ്ട് ഈ ഒരു ഐഡിയ, എങ്ങനെയാണ് ദേവി വന്നു കഴിഞ്ഞാൽ പെരുമാറേണ്ടതെന്ന്. അത് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ സ്പാനിഷ് ആയിട്ടുള്ള ലേഡി അല്ലെങ്കിൽ ഒരു ഫോറിനർ വന്നിട്ട് ഇത് കണ്ടു വന്നപ്പോൾ സംഭവിച്ചത്? അവരും ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അതായത് അവർ വളരെ സജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഈ ചെണ്ടമേളവും കാര്യങ്ങളും അവിടെ എങ്ങനെയാണ് കൾച്ചറലി പെരുമാറേണ്ടതെന്നുള്ളത് ബാക്കിയുള്ളവരുടെ നിന്ന് അവർ കണ്ട് മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കിയ കാര്യം അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സന്തോഷം ഇത് കഴിയുമ്പോഴത്തേക്കും കുറേ തളർന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇവരുടെ അനുഭൂതി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റണ്ണേഴ്സ് ഹൈ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ശരീരത്തിനകത്ത് തന്നെ എൻഡോ കാനബിനോയിഡ്സ് അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള എന്താ പറയുക മാദകദ്രവ്യം എന്ന് വേണമെങ്കിൽ പറയാം. കുറേ ദൂരം ഓടുന്ന ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സിനെ എടുത്ത് വെച്ചാൽ പറയും ഇവനെ നിൽക്കാൻ തോന്നില്ല, അവർ ഭയങ്കര സന്തോഷവും ഒരു ഫീൽ ഗുഡും ഒക്കെയാണ്. ഇതേപോലെയാണ് ഇവർ കിടന്ന് കുറേ നേരം തുള്ളുകയും ചാടുകയും തലയിൽ വെട്ടുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ എക്സേർഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ആണ് പലപ്പോഴും ഇവർ ഈ സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ അവിടെ അഭൗതികമായതോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലോ പാരനോർമലോ ആയിട്ടുള്ള യാതൊരു കാര്യമോ അവിടെ നടക്കുന്നില്ല. പിന്നെ കൂടുതലും സ്ത്രീകൾ പൊതുവെ പോപ്പുലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിലോട്ട് വീഴാൻ എളുപ്പമാണെന്നുള്ളതാണ്. ഇപ്പോൾ അതിനകത്ത് എല്ലാവരും ട്രാൻസിൽ പോയി എന്നല്ല അർത്ഥം. ഒരു 10 പേര് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസിൽ പോകാൻ അല്ലെങ്കിൽ ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ളവർ ആ സ്റ്റേറ്റിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്.